ക്രിസ്തുവിൻ്റെ മണവാട്ടികളാണ്. അവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയതിൽ ഞങ്ങൾ ശക്തമായി അതിനെ എതിർക്കുന്നു. പക്ഷേ ഞങ്ങൾക്കിന്ന് ശരിക്കും ചിരി വന്നൊരു സംഭവം, ഞങ്ങളുടെ MP പാർലമെൻറ്റിൻ്റെ മുന്നിൽ നിന്നുണ്ട് അതിനുവേണ്ടി ഘോരഘോരം സംസാരിച്ചപ്പോൾ അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട്. അദ്ദേഹം MP ആണ്. അദ്ദേഹത്തിന് ഹൃദയമുണ്ടെങ്കിൽ, കാരണം അദ്ദേഹം പാർലമെൻറ്റിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, മുനമ്പം ഇസ് ഇൻ മൈ ഹാർട്ട്, ഐ വിൽ ലിവ് ഫോർ ദ പീപ്പിൾ ഓഫ് മുനമ്പം. പക്ഷേ ഞങ്ങൾക്ക് ഇന്നൊരു കാര്യം മനസ്സിലായി, അദ്ദേഹം ഒരു ഹൃദയമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആയ ഒരു കടമയുണ്ടായിരുന്നു വെച്ചെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് പാർലമെൻറ്റിന് മുന്നിൽ അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് മുനമ്പം ജനതയ്ക്കെതിരെ കേസിന് പോയ ഒരാൾക്കാരാണ്. അവരോട് കേസ് പിൻവലിക്കാൻ പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടോ? എന്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കും? കാരണം അദ്ദേഹത്തിന് അറിയാം മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ MP പട്ടം പിറ്റേ ദിവസം പോകുമെന്ന്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ, ഇപ്പോൾ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് നാളുകൾ അനേക ആളുകൾ ഇതിൽ നിന്ന് കുറച്ചൊന്ന് ബാക്കപ്പ് ആയിരുന്നു. ഇപ്പോൾ രണ്ടാമത് തിരിച്ചെത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. കാരണം ഞങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ വന്നിരുന്നില്ലെങ്കിൽ വേറെ ആൾക്കാർ കയറിയിരിക്കുമോ എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ നാടിൻ്റെ വിഷയം ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യേണ്ടത്. അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ തന്നെ തിരിച്ചു വന്ന് ഞങ്ങളിപ്പോൾ ഇന്ന് സജീവമായിട്ട് ഇന്നലെ തുടങ്ങിയ സമരത്തിലുണ്ട്. എല്ലാവരും ഉണ്ട്. പക്ഷേ പഴയ പോലെ ഇപ്പോഴും ആൾക്കാർ വന്നിട്ടില്ല. എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ എല്ലാവരും തിരിച്ചപ്പോൾ ഇന്ന് കുറേ പേര് വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോയി. ഒരു 10-25 പേരോളം വൈകുന്നേരമായപ്പോൾ ഉണ്ടായിരുന്നു സമരം തീരുന്ന സമയത്ത്. അപ്പോൾ വീണ്ടും സജീവമാകാനുള്ള കാര്യങ്ങൾ, കാരണം ഇനി സജീവമായേ പറ്റൂ. കാരണം ഇലക്ഷൻ വരെയാണ്. അല്ലെങ്കിൽ ഞങ്ങളിരിക്കേണ്ട സ്ഥലത്ത് പല ആളുകളും പല മുതലെടുപ്പായിട്ട് ഇവിടെ വരും. അപ്പോൾ ആ മുതലെടുപ്പുകളെയൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി. കാരണം ഇപ്പോൾ ഓൾറെഡി മുതലെടുപ്പുകാർ ഇവിടെ വന്ന് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയതാണ്. ഇതൊരു വിഭാഗീയത ഇവിടെ ചെറുതായിട്ട് വന്നത്. അപ്പോൾ ആ വിഭാഗീയത ഉണ്ടാക്കാൻ വരുന്നവരെ ശക്തമായിട്ട് നിർത്തിക്കൊണ്ട് തന്നെ അതിനൊരു തടസ്സം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. കാരണം ഇനി വിഭാഗീയതയൊന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വീണ്ടും ശക്തമായിട്ട് പല സമര പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചട്ടം ഇറങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ചട്ടം ഇറങ്ങിയതിന് ശേഷം കേന്ദ്ര സർക്കാർ എന്താണ് അതിനുവേണ്ടി ചെയ്യുന്നതെന്നും പിന്നെ സംസ്ഥാന സർക്കാർ എങ്ങനെയായിരിക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണതെന്നും നോക്കി ഞങ്ങൾ നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ മുനമ്പം സമരത്തിന് പിന്തുണ നൽകാത്ത, അല്ലെങ്കിൽ വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അതിനെ അനുകൂലിച്ച് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാത്ത ഇവിടുത്തെ എറണാകുളത്തെ MP അടക്കമുള്ള ആളുകൾ, ഇപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടായിരിക്കുന്ന കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ആ ഒരു സത്യം എന്താണോ നുണ ആരാണോ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് കോടതി തന്നെ തീരുമാനിക്കണം. അപ്പോൾ ആ വിഷയത്തിലൊക്കെ വലിയ രീതിയിലൊരു പ്രതികരണമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ MP മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹത്തോട് പറയാനുള്ളത്? ഛത്തീസ്ഗഡിൽ നടന്നിരിക്കുന്ന ഒരു സംഭവത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ നിരാശയുണ്ട്. ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം കന്യാസ്ത്രീകൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ മണവാട്ടികളെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് സംഭവിച്ചേക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ നിരാശയുണ്ട്. പിന്നെ പല നമ്മൾക്കറിയാം ഇന്ന് ന്യൂസുകൾ യാഥാർത്ഥ്യ സത്യം എന്താണെന്ന് ഇപ്പോഴും നമ്മൾക്കറിയില്ല. കാരണം അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലേ പുറത്തു വരുള്ളൂ. പക്ഷേ ആ നടന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ മണവാട്ടികളാണ്. അവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയതിൽ ഞങ്ങൾ ശക്തമായി അതിനെ എതിർക്കുന്നു. പക്ഷേ ഞങ്ങൾക്കിന്ന് ശരിക്കും ചിരി വന്നൊരു സംഭവം, ഞങ്ങളുടെ MP പാർലമെൻറ്റിൻ്റെ മുന്നിൽ നിന്നുണ്ട് അതിനുവേണ്ടി ഘോരഘോരം സംസാരിച്ചപ്പോൾ അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട്. അദ്ദേഹം MP ആണ്. അദ്ദേഹത്തിന് ഹൃദയമുണ്ടെങ്കിൽ, കാരണം അദ്ദേഹം പാർലമെൻറ്റിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, മുനമ്പം ഇസ് ഇൻ മൈ ഹാർട്ട്, ഐ വിൽ ലിവ് ഫോർ ദ പീപ്പിൾ ഓഫ് മുനമ്പം. പക്ഷേ ഞങ്ങൾക്ക് ഇന്നൊരു കാര്യം മനസ്സിലായി, അദ്ദേഹം ഒരു ഹൃദയമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആയ ഒരു കടമയുണ്ടായിരുന്നു വെച്ചെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് പാർലമെൻറ്റിന് മുന്നിൽ അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് മുനമ്പം ജനതയ്ക്കെതിരെ കേസിന് പോയ ഒരാൾക്കാരാണ്. അവരോട് കേസ് പിൻവലിക്കാൻ പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടോ? എന്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കും? കാരണം അദ്ദേഹത്തിന് അറിയാം മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ MP പട്ടം പിറ്റേ ദിവസം പോകുമെന്ന്. ഈ ഘോരഘോരം ഛത്തീസ്ഗഡിന് വേണ്ടി സംസാരിച്ചോട്ടെ, അതിൽ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു ആവേശം പുള്ളി മുനമ്പം ജനതയുടെ വേണ്ടി കാണിച്ചില്ല. ഇവിടെ വന്നു എന്ന് പറയും, അപ്പുറം മാറിയെന്ന് മുനമ്പം ജനത പറ്റിച്ചൊരു മനുഷ്യൻ മനസ്സിൽ വെച്ചോ. ഈ രണ്ട് സ്വഭാവം കാണിക്കരുത്. കാരണം മുനമ്പം ജനത തൻ്റെ നാട്ടിലെ കാര്യങ്ങൾ തീർത്തിട്ട് മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യം തീർത്തിട്ട് നാട്ടുകാരുടെ കാര്യങ്ങളിൽ ഇടപെടും. ഇപ്പോൾ ഛത്തീസ്ഗഡിന് വേണ്ടി അദ്ദേഹം ആവേശപൂർവ്വം നിൽക്കണ്ടല്ലോ. എന്തുകൊണ്ട് ഈ ആവേശം മുനമ്പത്തിനുണ്ടായില്ല? 3.5 കൊല്ലം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകെ പോയിട്ടുണ്ട്. വഞ്ചി സ്ക്വയറിൽ ഒരു മിന്നൽ മുരളിനെ പോലെ പ്രത്യക്ഷപ്പെട്ട് കുറേ കോമാളിത്തരം കാണിച്ചതിന് പോയതിന് ശേഷം ഇങ്ങോട്ട് വരാത്തത് എന്താണ്? അദ്ദേഹം ഇന്ന് ഛത്തീസ്ഗഡിന് വേണ്ടി അദ്ദേഹത്തിന് സംസാരിക്കാൻ നേരം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് മുനമ്പം ജനതയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട MP
താങ്കൾക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങൾക്ക് വേണ്ടി ആദ്യം സംസാരിക്കുക. ഛത്തീസ്ഗഡിൽ നടന്നതിന് താങ്കൾ സംസാരിച്ചതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ താങ്കളുടെ ജനതനെ താൻ എന്തെങ്കിലും മറക്കണേ? താങ്കളൊരു ഹൃദയമുള്ള ഒരുത്തനാണോ? ഞങ്ങൾക്ക് എം പിന്നോട് പറയാനുള്ളത്, ഞങ്ങളെക്കുറിച്ച് ഞങ്ങളൊരു നിവേദനം തരാൻ പറഞ്ഞിട്ട് മുങ്ങിപ്പോയ ഒരു എം പിക്ക് താങ്കൾക്ക് എന്ത് ഇതുണ്ട്? ഇന്ന് അവിടെ നിന്ന് ഞങ്ങളെ മറന്ന് സംസാരിക്കും. ഞങ്ങളും കാണുന്നുണ്ട് താങ്കളുടെ ഈ നാടകങ്ങളൊക്കെ. താങ്കൾ ഒരു ഗ്ലോറിഫൈഡ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുനമ്പം ജനതയ്ക്ക് ഒരു സമരത്തിനൊരു ചരിത്രമുണ്ടെങ്കിൽ, മുനമ്പം ജനതയുടെ സമരത്തിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നുണ്ടെങ്കിൽ താങ്കൾക്കൊരു വഞ്ചകൻ്റെ സ്ഥാനമേ ഞങ്ങൾക്ക് തരാനുള്ളൂ. താങ്കൾ ചെയ്തേക്കുന്ന ചതിയാണ്. ഞങ്ങളോട് ചതി കാണിച്ചിട്ട് താങ്കൾ ആളാകാൻ ശ്രമിക്കരുത്. കാരണം ഞങ്ങളും താങ്കളുടെ പ്രവൃത്തികളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ കന്യാസ്ത്രീകൾക്ക് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ BJP വരുന്നുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന്. പക്ഷെ അവരുടെ ഇടയിൽ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി LDFും UDF കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ഏത് തരത്തിലാണ് ഇപ്പോൾ BJP മെമ്പർഷിപ്പ് എടുത്തൊരു ക്രൈസ്തവൻ എന്നുള്ള നിലയിലേക്ക് താങ്കൾ പറയാനുള്ളത്? ഇപ്പോൾ കേരളത്തിൽ ഇത്രയധികം ന്യൂസ് ചാനലുകൾസ് ഉണ്ട്. നമ്മൾ ഓരോ ന്യൂസ് ചാനലുകളിലും ഈ ഛത്തീസ്ഗഡിനെ കുറിച്ച് വരുന്ന വിവരങ്ങൾ പലതും പലതരത്തിലാണ്. യഥാർത്ഥ സത്യം ആർക്കും അറിയില്ല. ഓരോരുത്തർ പ്രചരിപ്പിക്കുന്ന സത്യം നമ്മളിപ്പം താങ്കളും ഞാനും കാണുന്ന ഓരോ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ എന്താണ് നടന്നിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാനിപ്പോഴും ഞങ്ങൾ വീണ്ടും പറയണം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞാൻ ആ ഒരു ക്ലിപ്സിൽ, ഒരു ഷോർട്സിൽ കണ്ടത് ആ ഒരു 2 കന്യാസ്ത്രീകൾ അങ്ങനെ ഇരിക്കും. എനിക്ക് ശരിക്കും സങ്കടമാണ് തോന്നിയത്. പക്ഷേ ഇതിനിടയിൽ മുതലെടുപ്പ് ശരിക്കും നടക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മുതലെടുപ്പ് കണ്ടത് ഞങ്ങളുടെ MP ആണ്. ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതൊരു മുതലെടുപ്പായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഞങ്ങൾക്ക് വേണ്ടി ഇതുവരെയും ഇങ്ങനത്തെ ഒരു ആവേശമൊന്നും പുള്ളി കാണിച്ചിട്ടില്ല. ഇങ്ങനത്തെ ആവേശം പുള്ളി ഞങ്ങൾക്ക് വേണ്ടി കാണിക്കേണ്ട ഒരു മനുഷ്യനല്ല. അങ്ങൊരു വീട്ടിലെ സ്വന്തം വീടിനെ രക്ഷിച്ചിട്ട് നാട്ടുകാരുടെ വീടിനെ രക്ഷിച്ചു. പക്ഷെ സംസാരിച്ചു, അതിന് ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങളെ മറക്കരുത്. താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ താങ്കളൊന്ന് പാണക്കാട് ചെന്നിട്ട് താങ്കൾ ആൾക്കാരോട് പറയണം, മുനമ്പം ജനതയ്ക്ക് എതിരെ മുസ്ലിം ലീഗ് പോയിരിക്കുന്ന ആ കേസ് ഒന്ന് പിൻവലിക്കാനുള്ളൊരു ധൈര്യം കാണിക്കുക. ധൈര്യം കാണിച്ചിട്ട് പറ്റുമെങ്കിൽ താങ്കളെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളായിട്ടൊന്ന് സംവാദിക്കാനായിട്ട് താങ്കൾ വാ. എന്താണ് ഈ മുങ്ങി നടക്കുന്നത്? ഇപ്പോൾ താങ്കൾ ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ വരുന്നിട്ട് 8 കിലോമീറ്റർ അപ്പുറം പോയി നിന്നിട്ടല്ല മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. താങ്കൾ വാ, ഞങ്ങളായിട്ട് താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ എവിടെയെങ്കിലും ഒരു വേദി പറ, ഞങ്ങൾ വരാം, മുനമ്പം ജനത വരാം, താങ്കളായിട്ടൊന്ന് സംവാദിക്കും. താങ്കൾ എന്താണ് മുനമ്പം ജനതയ്ക്ക് വേണ്ടി ചെയ്തത്? ഞങ്ങൾക്ക് ഇന്ന് ശരിക്കും താങ്കളുടെ ഒരു ആവേശം കണ്ടപ്പോൾ താങ്കളുടെ യഥാർത്ഥ സ്വഭാവം ഇന്ന് മനസ്സിലായി. താങ്കൾ കുറിച്ചു വെച്ചോ, മുനമ്പം ജനതയ്ക്ക് ഒരു ചരിത്രം എഴുതാൻ വരും. ഞങ്ങളുടെ മുനമ്പം ജനതയുടെ പുസ്തകത്തിൽ താങ്കളൊരു വഞ്ചികനാണ്. യു ആർ എ ഗ്ലോറിഫൈഡ് ട്രൈറ്റർ, യു ആർ എ ഗ്ലോറിഫൈഡ് ചീറ്റ് ഫോർ എ പീപ്പിൾ ഓഫ് മുനമ്പം. ഈ ചേട്ടിപ്പോൾ നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സംവിധാനം നടക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും. ഈ ഛത്തീസ്ഗഡ് പോലും അവിടെ ഒരു നിയമമുണ്ട്, നിർബന്ധിത മതപരിവർത്തന നിരോധിത ബില്ലുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ? മതം ആർക്ക് വേണമെങ്കിലും ഇന്ന മതത്തിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. അതിൽ നിർബന്ധിതമായിട്ട് ഇപ്പം എന്നെ നിർബന്ധിച്ച് എൻ്റെ മതം മാറ്റാൻ പറ്റില്ല. അത് ഓരോ വ്യക്തികൾ തീരുമാനിക്കുന്നതാണ്. ഞാൻ എന്നെ മതം സ്വീകരിക്കണം. പക്ഷെ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് അത് എന്താ പറയണത്, അതൊരു നല്ല ഒരു രീതിയായിട്ട് എനിക്ക് കാണുന്നില്ല. മതം സ്വീകരിക്കുക എന്നുള്ളൊരു പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തൊരു പൗരൻ്റെ അവകാശമാണ്. ഏത് മതത്തിലേക്കും പോകാം, ഏത് മതവും സ്വീകരിക്കാം. കാരണം ഇത്രയും സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യം ലോകത്ത് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് മതപരിവർത്തനത്തിനകത്ത് കൈയിട്ട് വരുന്നത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം മതപരിവർത്തനം ആൾക്കാർക്ക് ഇഷ്ടം. ഇപ്പം എന്നെ നമ്മളെപ്പോലുള്ളൊരു ജനതയല്ല ഈ ആദിവാസി എങ്കിലെ നമ്മൾ ഈ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് പോലെയുള്ള വനവാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ, വിദ്യാഭ്യാസവും പല രീതിയിലുള്ള പ്രതിസന്ധികളും നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ മതപരിവർത്തനം നടത്തുന്ന ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മ നമ്മുടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തെയെല്ലാം ബാധിക്കുന്ന ഒരു സംവിധാനമല്ലേ? മതപരിവർത്തനം നടത്തുന്നവരോട് എനിക്ക് സന്ദേശം കൊടുക്കാനൊന്നും ഞാൻ ആരുമല്ല. പക്ഷേ നോക്കിയും കണ്ടൊക്കെ ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംഭവിക്കും. കാരണം ഓരോ സ്പേസിലും ഓരോ ജീവിക്കുന്ന ആൾക്കാരുടെ സ്വഭാവങ്ങൾ ഓരോ രീതികളിലാണ്. അപ്പോൾ ആളുകൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ആ പരിസരത്ത് അവിടെ ചെല്ലുമ്പോൾ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അല്ലാതെ മതപരിവർത്തനം, പക്ഷേ ഏത് മതം സ്വീകരിക്കാൻ അതിന് ഏതൊരു വ്യക്തിക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ കുറച്ചും കൂടി കടന്ന് സംസാരിക്കാനായിട്ടുള്ള ഐ ആം നോട്ട് ദാറ്റ് ഗ്രോൺ അപ്പ് ടു സേ. താങ്ക് യു.